ഖുർആനിൽ പ്രതിപാദിച്ചിട്ടുള്ള ഏതാനും പ്രവാചകന്മാരുടെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട ചില പ്രധാന സംഭവങ്ങളെക്കുറിച്ചും ചില പ്രധാന വ്യക്തികളെക്കുറിച്ചുമാണ് ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ളത്. ബിസ്മില്ലാഹ്. ഒരു ദിവസം മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളെ രക്ഷിക്കുന്നതിനു വേണ്ടി ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. പ്രവാചകൻ ഈജിപ്തിലെത്തി. അതിനുശേഷം പ്രവാചകനും അദ്ദേഹത്തിന്റെ സഹോദരനും കൊട്ടാരത്തിൽ ചെന്ന് പ്രവാചകൻ പറഞ്ഞു, "ഓ ഫിർഔൻ, ഞാൻ ഏക സത്യദൈവമായ അള്ളാഹുവിന്റെ ദൂതനാണ്. ഇസ്രായേലരെ എന്റെ കൂടെ വിടാൻ അനുവദിക്കുക." ഇത് കേട്ട് ഫിർഔൻ പൊട്ടിച്ചിരിച്ചു. അള്ളാഹുവിന്റെ മാർഗത്തിൽ പിന്തുടർന്നില്ലെങ്കിൽ സംഭവിക്കാവുന്ന വിപത്തുകളെക്കുറിച്ച് പ്രവാചകൻ അദ്ദേഹത്തിന് താക്കീത് ചെയ്തു. എന്നാൽ ഫിർഔൻ അത് നിരസിച്ചു. കാരണം താനാണ് ദൈവമെന്ന് അയാൾ കരുതിയിരുന്നു. അള്ളാഹുവിന്റെ ദൂതനാണെന്ന് തെളിയിക്കുന്നതിനുള്ള വല്ല അടയാളം കാണിക്കാൻ ഫിർഔൻ ആവശ്യപ്പെട്ടു. ഉടനെ പ്രവാചകൻ തന്റെ കയ്യിലിരുന്ന വടി തറയിലിട്ടു. ആ വടി പെട്ടെന്നൊരു വലിയ പാമ്പായി മാറി. ഫിർഔൻ അടക്കം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒരു നിമിഷത്തേക്ക് അമ്പരന്നുപോയി. പിന്നീട് പ്രവാചകനെ പരിഹസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, "നീ കാണിച്ചതുപോലെയുള്ള ജാലവിദ്യ ചെയ്യുന്ന ജാലവിദ്യക്കാർ ഈജിപ്തിലുണ്ട്. മൂസാ നബി അലൈഹിസ്സലാം ചെയ്തതിനേക്കാൾ വലിയ ജാലവിദ്യ ചെയ്യുന്ന ആൾക്ക് വലിയ പാരിതോഷികം നൽകുന്നതാണ് എന്ന സന്ദേശം ഈജിപ്ത് മുഴുവനും അറിയിക്കാൻ ഫിർഔൻ സൈനികരോട് ആവശ്യപ്പെട്ടു." ഇതറിഞ്ഞ ജാലവിദ്യക്കാർ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ മത്സരത്തിന്റെ ദിവസം വന്നെത്തി. കൊട്ടാരം മുഴുവനും ആളുകളെ കൊണ്ട് നിറഞ്ഞു. ജനങ്ങളെല്ലാം രാജാവിന്റെ കൂടെ നിന്നു. പ്രവാചകന്റെ ഭാഗത്ത് ആരുമില്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ഉണ്ടായിരുന്നു. ജാലവിദ്യക്കാർ ഓരോരുത്തരായി അവരുടെ കയ്യിലുള്ള വടിയും കയറുമെല്ലാം തറയിലേക്കിട്ടു. അവർ ജാലവിദ്യയിലൂടെ എറിഞ്ഞ സാധനങ്ങൾ പാമ്പാക്കി. ആ പാമ്പുകൾ അവിടെ ഇഴഞ്ഞു നടന്നു. അവസാനം പ്രവാചകന്റെ അവസരമായി. അദ്ദേഹം തന്റെ വടി തറയിൽ എറിഞ്ഞപ്പോൾ വടി ഒരു വലിയ പാമ്പായി മാറി. ആ പാമ്പ് മറ്റു പാമ്പുകളെല്ലാം വിഴുങ്ങി. പ്രവാചകൻ ആ പാമ്പിനെ കയ്യിലെടുത്തപ്പോൾ അത് വീണ്ടും വടിയായി മാറി. അവിടെയുണ്ടായിരുന്ന എല്ലാ ആളുകളും ഇത് കണ്ട് ഞെട്ടിപ്പോയി. അവർ പ്രവാചകനെ തുറിച്ചു നോക്കി. ജാലവിദ്യക്കാരടക്കം അവിടെയുണ്ടായിരുന്ന എല്ലാവർക്കും മനസ്സിലായി മൂസാ നബി അലൈഹിസ്സലാം ഒരു ജാലവിദ്യക്കാരനല്ലെന്ന്. മൂസാ നബിക്ക് വന്നിട്ടുള്ള ഈ ശക്തി മഹത്തായ എന്തോ ഒന്നിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ളതാണെന്ന് അവർക്ക് മനസ്സിലായി. ജാലവിദ്യക്കാർ പ്രവാചകന്റെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് ക്ഷമാപണം നടത്തി. ഇത് കണ്ട ഫിർഔൻ കോപാകുലനായി. "നിങ്ങൾക്കെങ്ങനെ ഞാനല്ലാതെ മറ്റൊരു ദൈവത്തെ വിശ്വസിക്കാനാവും? നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ കൈകാലുകൾ മുറിച്ച് നിങ്ങളെ കുരിശിലേറ്റും." ഫിർഔൻ പറഞ്ഞു, "നിങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യാം. പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ ശിക്ഷയേക്കാൾ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നു." ഒരാൾ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു. താൻ പ്രശ്നത്തിലാണെന്ന് രാജാവ് തിരിച്ചറിഞ്ഞു. പ്രവാചകൻ ഇസ്രായേലരെ തന്റെ കൂടെ ഈജിപ്തിൽ നിന്നും മോചിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടു. ഇപ്പോഴും ഫിർഔൻ അതിന് സമ്മതിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന്റെ ശിക്ഷകൾ ഓരോന്നായി അയച്ചുകൊണ്ടേയിരുന്നു. ആദ്യം അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് വരൾച്ച നൽകി. അതോടെ വിളകളെല്ലാം നശിച്ചു. കന്നുകാലികൾ വെള്ളം കിട്ടാതെ ചത്തൊടുങ്ങി. രാജാവ് പ്രവാചകനെ വിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു, "ഈ വരൾച്ചയെ നിർത്താൻ സാധിച്ചാൽ ഇസ്രായേലരെ മോചിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകി." പ്രവാചകൻ അള്ളാഹുവിനോട് വരൾച്ച മാറാൻ പ്രാർത്ഥിച്ചു. വരൾച്ച മാറി. മഴ പെയ്യാൻ തുടങ്ങി. മഴ ലഭിക്കാൻ തുടങ്ങിയപ്പോൾ ഫിർഔൻ തന്റെ വാഗ്ദാനം തെറ്റിച്ചു. ഇങ്ങനെ ശിക്ഷകൾ ഓരോന്നായി ഈജിപ്തിൽ വന്നുകൊണ്ടേയിരുന്നു. ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും ഇസ്രായേലരെ മോചിപ്പിക്കാമെന്ന് വാക്ക് നൽകുകയും പ്രശ്നങ്ങൾ തീരുമ്പോൾ വാക്ക് മാറുകയും ചെയ്തു. അവർക്ക് മേൽ പകർച്ചവ്യാധികൾ നൽകുകയും വിള നശിപ്പിക്കുന്ന പ്രാണികളെയും പക്ഷികളെയുമെല്ലാം അതേപോലത്തെ ശിക്ഷകൾ നൽകിയിരുന്നു. ഒരു പ്രാവശ്യം ആ പ്രദേശം തവളകളെ കൊണ്ട് നിറച്ച് അള്ളാഹു അവരെ ശിക്ഷിച്ചു. ഓരോ ശിക്ഷയും കഴിഞ്ഞതിനേക്കാൾ ഭയാനകമായിരുന്നു. അവസാനമായി നൈൽ നദിയിലെ വെള്ളം മുഴുവനും രക്തമാക്കി മാറ്റി. എന്നിട്ടും ഇസ്രായേലരെ മോചിപ്പിക്കാൻ
ഫിറഔൻ തയ്യാറായില്ല. അവിടെയുള്ള ഇസ്രായേലരെയും കൂട്ടി രാത്രി ഈജിപ്തിൽ നിന്ന് പോകുവാൻ അള്ളാഹു പ്രവാചകനോട് ആവശ്യപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിർദ്ദേശപ്രകാരം മൂസാ നബി അലൈഹിസ്സലാം ഇസ്രായേലരെയും കൊണ്ട് രാത്രി പുറപ്പെട്ടു. ഇസ്രായേലിയർ അവിടെ നിന്ന് പോയ കാര്യം ആദ്യം ആർക്കും മനസ്സിലായില്ല. അവർക്കത് മനസ്സിലായപ്പോൾ വാർത്ത പെട്ടെന്ന് പരന്നു. അത് ഫിർഔനിന്റെ ചെവിയിലും എത്തി. വളരെയധികം ദേഷ്യം വന്നു. അവർ അധിക ദൂരം പോകുന്നതിന് മുൻപ് അവരെയെല്ലാം പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ ഭടന്മാരോട് ഫിർഔൻ കൽപ്പിച്ചു. ഫിർഔനും അവരോടൊപ്പം പോയി. അവരെല്ലാവരും ചേർന്ന് പ്രവാചകനെ അന്വേഷിച്ച് നടന്നു. പ്രവാചകനും അനുയായികളും കുറേ യാത്ര ചെയ്തു. അവർ ചെങ്കടലിന്റെ അടുത്തെത്തി. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ ഫിർഔനും സംഘവും തങ്ങളെ പിടിക്കുവാനായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രവാചകൻ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം തന്റെ മുന്നിലുള്ള കടലിൽ തന്റെ വടികൊണ്ടടിച്ചു. ഉടനെ ആ അത്ഭുതം സംഭവിച്ചു. വെള്ളം 2 ഭാഗത്തേക്ക് മാറി. നടുവിലൂടെ അവർക്ക് കടന്നു പോകാനായി വഴിയുണ്ടായിരുന്നു. ഇത് കണ്ട് ആളുകൾ അമ്പരന്നു. ആ വഴിയിലൂടെ നടന്ന് അപ്പുറം എത്താൻ പ്രവാചകൻ ആളുകളോട് പറഞ്ഞു. അവർക്ക് വഴികാട്ടിയായ അദ്ദേഹം മുന്നിൽ നടന്നു. അവർ വളരെ സുരക്ഷിതരായി മറുകരയിലെത്തി. അപ്പോൾ പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇത് കണ്ട ഫിർഔന് ആശ്ചര്യപ്പെട്ടു. പക്ഷേ പെട്ടെന്ന് തന്നെ അവൻ സൈനികരോടും അതുവഴി പോയി പ്രവാചകനെ പിടിക്കാൻ ആവശ്യപ്പെട്ടു. പ്രവാചകനും സംഘവും മറുകരയിലെത്തിയപ്പോൾ ഫിർഔനും സംഘവും വളരെ വേഗത്തിൽ അവരെ പിടിക്കുവാനായി കടലിലെ വഴിയിലൂടെ കടന്നു വന്നു. അവർ കടലിന്റെ നടുക്കെത്തിയപ്പോൾ 2 ഭാഗത്തും മാറി നിന്നിരുന്ന വെള്ളം കൂടിച്ചേർന്നു. സൈനികർ നിലവിളിച്ചു. എന്നാൽ വെള്ളത്തിനകത്തായതുകൊണ്ട് അവരുടെ ശബ്ദം പുറത്തു വന്നില്ല. അങ്ങനെ ഫിർഔനും ആ വെള്ളത്തിൽ കൊല്ലപ്പെട്ടു. പ്രവാചകനും സംഘവും ഇപ്പോൾ വളരെ